മുയലുകളോട് തോന്നിയ കൗതുകം അഥവാ ഇഷ്ടം, അതാണ് ഇദ്ദേഹത്തെ കോടനാട്ടെ അറിയപ്പെടുന്ന മുയൽ കർഷകനാക്കിയത്. ഹോബി എന്ന നിലയ്ക്ക് തുടങ്ങിയ മുയൽ വളർത്തൽ ക്രമേണ ഒരു ഉപജീവന മാർഗം തന്നെയായി മാറുകയായിരുന്നു. സങ്കരവർഗത്തിൽപ്പെട്ട മുയലുകളിലായിരുന്നു തുടക്കത്തിലെ മുതൽ മുടക്ക്. അത് ഒരു 2 വർഷത്തോളം ചെയ്ത് അതൊരു പരാജയമാവുകയായിരുന്നു. നമുക്ക് വേണ്ട രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് നിർത്തിയിട്ട് ഇപ്പോൾ ശുദ്ധജനുസുകളെ മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും കർഷകർക്ക് വിപണനം നടത്തുകയും ചെയ്യുന്നത്. ഞാൻ ഇലക്ട്രീഷ്യനാണ്, ലൈസൻസ്ഡ് ഇലക്ട്രീഷ്യനാണ്. ഞാൻ വീടുകളുടെ വർക്കെടുത്ത് കോൺട്രാക്ട് ബേസിൽ വർക്കുകൾ തീർത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ടൈം ഇതുള്ളപ്പോഴാണ് ഇതിൻ്റെ കൂടുകളും മറ്റുള്ള മുയലിൻ്റെ കൃഷികളൊക്കെ നടത്തുന്നത്. തുടക്കത്തിലേറ്റ തിരിച്ചടികളെ ജനീഷ് അതിജീവിച്ചതിങ്ങനെ. കുറച്ചും കൂടി ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടതും ചെയ്യാണ്ടിരിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രണ്ട് വർഷത്തോളമായി നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാനിപ്പോൾ ശുദ്ധജനസിനെ ചെയ്യാൻ നേരത്തെ എൻ്റെ അടുത്ത് 5000 രൂപയാണ് ആകെ ഉണ്ടായിരുന്നത്. ആ 5000 രൂപ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ പൈസയ്ക്ക് മുയലിനെ ബുക്ക് ചെയ്യുന്നു. അത് വരുന്ന സമയത്ത് ഓർഡർ ബൈ ഓർഡർ ആയിട്ട് പൈസ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇത്രത്തോളം ഡെവലപ്പ് ചെയ്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്തു പോകാമെന്നുള്ളൊരു, ഇനിയും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം. ഷെഡൊക്കെ പെർമനൻറ്റ് ഷെഡുകളാക്കണം. അപ്പോൾ ആ ഒരു രീതി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ചെയ്യാവുന്ന കഴിഞ്ഞു. താരതമ്യേന മുയൽ കൃഷി ആയാസരഹിതമാണെന്നേ ഏതൊരു മുയൽ കർഷകനും പറയൂ. അതിനൊരു കാരണവുമുണ്ട്. അല്ല, ഇതിപ്പോൾ മുയൽ കൃഷി എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുള്ള കൂടുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ക്ലീനിങ്ങും മറ്റുള്ള ഭക്ഷണം കൊടുക്കലും എല്ലാം കൂടി ഒരു 2 മണിക്കൂർ നേരത്തെ ഇതേ വരുന്നുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പുല്ല് കൊടുക്കണം. ഒരു അരമണിക്കൂർ നേരത്തെ പ്രോഗ്രാമുള്ളൂ. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഫീമെയിൽസിനെ മെയ്റ്റ് ചെയ്യുക, കുഞ്ഞുങ്ങളെ പരിപാലിക്കുക, ഇതൊക്കെ നൈറ്റ് തന്നെ ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. പിന്നെ 24 മണിക്കൂറും നമുക്ക് വെള്ളം അവൈലബിൾ ആണ് കൂടുകളിൽ. അപ്പോൾ അതുകൊണ്ട് വെള്ളം മറ്റുള്ള പാത്രങ്ങളിൽ വെച്ച് കൊടുക്കേണ്ട ഒരു ടൈം സ്പെൻഡ് വരുന്നില്ല. അപ്പോൾ ആകെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100 മുയലിനെ വളർത്തുന്ന ആൾക്ക് ഒരു ദിവസം 2 മണിക്കൂർ 3 മണിക്കൂർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും വീട്ടിലെ മറ്റംഗങ്ങളുടെ സഹകരണവും ആവശ്യം തന്നെ. വീട്ടുകാര് നല്ല സഹകരണമാണ് എല്ലാവരും. അവരിപ്പോ ഞാനില്ലാത്ത സമയത്ത് മാത്രമേ അവരുടെ ഇത് ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ തീറ്റ കൊടുക്കുന്നതും എല്ലാം ഓരോരുത്തർക്ക് കൊടുക്കുന്ന തീറ്റേൻ്റെ കൈ ഞാൻ ഓരോരുത്തർക്കും ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റും. അപ്പം ഞാൻ ഇല്ലാത്ത സമയത്ത് മാത്രമാണ് അവർ തീറ്റ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലീനിങ്ങും പുല്ലിട്ട് കൊടുക്കില്ല, ആ 3 ഡ്യൂട്ടി മാത്രമേ ഞാൻ ഇല്ലാത്ത സമയത്ത് മാത്രമേ അവർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആവശ്യക്കാർക്ക് കൂടുൾപ്പെടെ മുയലുകളെ നൽകുന്നു എന്നതുകൊണ്ട് മൊത്തത്തിൽ മുയൽ കൃഷി ഇവിടെ കൂടുതൽ വികസ്വരമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എറണാകുളത്തൊരു എക്സിബിഷനിൽ പങ്കെടുത്തായിരുന്നു, സമന്വയം എന്ന് പറഞ്ഞിട്ട്, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഒരുപാട് പേര് എൻ്റെ മുയലുകളുടെ സൈസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇവിടെ വന്ന് മുയലുകൾ കാണുകയും എനിക്കിപ്പോൾ ഒരു 8 യൂണിറ്റോളം മുയലുകൾ സപ്ലൈ ചെയ്യാനുണ്ട് ഇതൊഴിച്ച്. അപ്പോൾ നെറ്റിൻ്റെ ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. അത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരുടെയും മുയലുകളെ കൊടുക്കാൻ കഴിയും. മെയ് മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇപ്പോൾ ഓർഡറുകൾ തീരും. ഇപ്പോൾ പുതിയത് വന്നുകൊണ്ടിരിക്കും.
മുയലുകളുടെ കൂടൊരുക്കുന്ന സ്ഥലം തികച്ചും ഈർപ്പരഹിതമായിരിക്കണം. നമ്മൾ ഈ കൂട് സെറ്റ് ചെയ്യുന്ന സ്ഥലം ഈർപ്പരഹിതമായിരിക്കണം. അതായത് മഴച്ചാറ്റിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. ഈ മഴച്ചാറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവശം തുരുമ്പെടുക്കുകയും ചെറിയ പോയിസൺ എന്തെങ്കിലും രൂപപ്പെടുകയും ഇതിൻ്റെ കാലിൻ്റെ അടിയിൽ വ്രണങ്ങൾ വരും. ഈ വ്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ കാല് അമർത്തി ചവിട്ടാൻ ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ വന്ന് ഭക്ഷണം എടുക്കാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഭക്ഷണം നിർത്തി ചത്തുപോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതിന് കൂടെ എപ്പോഴും ഈർപ്പരഹിതമായിട്ട് സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള നിപ്പിളൊക്കെ വെച്ച് കൊടുക്കുന്ന കൂടുകളിൽ ഒരു കാരണവശാലും ഈർപ്പം നിൽക്കില്ല. കാരണം ആവശ്യത്തിന് മാത്രമേ വെള്ളം അവർ ഉപയോഗിക്കുകയുള്ളൂ. പാത്രത്തിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാത്രം മറിച്ച് പോയി ആ കൂട് മൊത്തം